ജമ്മു കാശ്മീരിൽ 3 ഭീകരരെ വധിച്ചുവെന്ന് സൈന്യം. കുപ്വാരയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച് നടത്തിയ ഭീകരരാണ് കൊല്ലപ്പെട്ടത്. മച്ചൽ, തങ്ധർ പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെയും പോലീസിന്റെയും സംയുക്ത പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കുറേ കാലമായി ജമ്മു കാശ്മീരിൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തുടർച്ചയായി സൈന്യത്തിന് ഇടപെടൽ നടത്തേണ്ടി വരുന്നുണ്ട്. ഇപ്പോഴും അവിടെ ഈ വിഷയത്തിൽ തെരച്ചിൽ നടക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഹാഷ്മി. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടുത്തിടെയായിട്ട് വലിയ രീതിയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ പരിശോധനയും ഒക്കെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് കശ്മീരിൽ ഉണ്ടായിരുന്നത്. വിവിധ മേഖലകളിൽ കൂടുതൽ സൈനികരെ അടക്കം എത്തിച്ചുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം കുപ്വാരയിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് 2 ഏറ്റുമുട്ടലുകളിലൂടെയാണ് ഈ 3 ഭീകരരെ സൈന്യം വധിച്ചത്. പല മേഖലയിലും ഈ അതിർത്തി മേഖലകളിലേക്കൊക്കെ തന്നെ ഈ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ുള്ളതായി സൈന്യത്തിന് നേരത്തെ തന്നെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചില ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതായി അവിടെയുള്ള പ്രദേശവാസികൾ സൈന്യത്തിന് വിവരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ പോലീസും ഒപ്പം തന്നെ സൈന്യവും സംയുക്തമായാണ് പല മേഖലകളിലും പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ കുപ്വാരയിൽ ഈ അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. അത് 2 ഏറ്റുമുട്ടലിലൂടെയാണ് 3 ഭീകരരെ വധിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ മേഖലകളിൽ, അതായത് മച്ചൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പോലീസിന്റെയും ഒപ്പം തന്നെ സൈന്യത്തിന്റെയും സംയുക്ത പരിശോധന തുടരുകയാണ്. ക്രിസ്റ്റീന. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.